ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളിൽ എത്രത്തോളം പേർ അന്വേഷിച്ചു എന്ന് എനിക്കറിയില്ല. ഇതിന് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനാണ് ഞാൻ വന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 22-ന് ലേറ്റ് ബ്രഹ്മശ്രീ KV ദാമോദരൻ, അതായത് എന്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ണി ദാമോദരന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ 101ാം ജന്മവാർഷികം അനുബന്ധിച്ച് ഒരു ഫ്രീ ഡയാലിസിസ് സെന്റർ പെരിങ്ങോട്ടുകരയിൽ ക്ഷേത്രത്തിന്റെ കീഴിൽ തുടങ്ങാൻ പോകുന്നു എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. ഇതിനുശേഷം അച്ഛന്റെ സഹോദരങ്ങളായ KD ദേവദാസ്, വേണുഗോപാൽ, അവരുടെ മക്കളായ പ്രവീൺ, ശ്രീരാഗ്, സ്വാമിനാഥൻ, കാശിനാഥൻ, അവരുടെ ഭാര്യമാരായ രജിത, അനഘ, ചന്ദന, മഹേശ്വരി, വെല്ലിമ്മമാരായ ലളിത, പ്രമീള, മിനി എന്നിവരെല്ലാം കുടുംബത്തിൽ വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയുണ്ട്. ക്ഷേത്രത്തിന്റെ മുതല് അവർ പറഞ്ഞത്, ഞാൻ അങ്ങനെ തന്നെ കോർട്സിൽ പറയാണ്, ക്ഷേത്രത്തിന്റെ മുതല് നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. ക്ഷേത്രത്തിന്റെ ധനം, ക്ഷേത്രത്തിൽ 1 രൂപ ഭക്തൻ കൊണ്ടിടുന്നുണ്ടെങ്കിൽ അത് അവന്റെ വിയർപ്പിന്റെ വിലയാണ് എന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച ഒരു അച്ഛനാണ് ഉണ്ണി ദാമോദരൻ. അതിലൊരു ഭാഗം അവർക്ക് തന്നെ തിരിച്ചു നൽകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് V കൃഷ്ണയ്യരുടെ കയ്യിൽ നിന്നും മദർ തെരേസ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയത്. തെളിവുകളുണ്ട്. ഞാൻ പറയുന്നതൊന്നും പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആരും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനുമുള്ള വ്യക്തമായ തെളിവുകൾ പെൻഡ്രൈവിലടക്കം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ടേബിളിലുണ്ട്, ആവശ്യമുള്ളവർക്ക് എടുക്കാം. നൽകിയ പരാതി, അതായത് പീഡന പരാതി, തന്റെ അച്ഛനെതിരെയും അതുപോലെ ബ്രദർ ലോയ്ക്കെതിരെയും നൽകിയിട്ടുള്ള പീഡന പരാതിക്കെതിരെയാണ്. അതിനുള്ള തെളിവുകൾ നിരത്തിത്തരെയാണ് ഉണ്ണിമായ മാധ്യമങ്ങളെ കണ്ടത്. അങ്ങനെയാണ്. അത് മാത്രമല്ല, ഇത് കുടുംബപരമായി സാമ്പത്തിക തർക്കം നിലനിൽക്കുന്നുണ്ട്. അച്ഛന്റെ സഹോദരനും അദ്ദേഹത്തിന്റെ കുടുംബവും നിരന്തരം ഇവരെ ഉപദ്രവിക്കുന്ന തെളിവുണ്ട്. 5 FIR അവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ആ കേസ് നടക്കുന്നതുമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ, അതായത് പൂർണ്ണമായും സിവിൽ കേസായി മാറാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ക്രിമിനൽ കേസായി മാറിയിരിക്കുന്നത്. അത് ഈ അച്ഛന്റെ സഹോദരന്റെ മകൻ പ്രവീണാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നാണ് ഉണ്ണിമായ നമ്മളോട് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളുമായാണ് ഇന്ന് ഉണ്ണിമായ മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉണ്ണിമായ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തമാക്കി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെയാണ്. മാത്രമല്ല, ഈ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പെരിങ്ങോട്ടുമഠം ദേവസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിലാണ് അതിന്റെ വില്ലുള്ളത്. ഇവർക്ക് 2 പെൺമക്കളാണുള്ളത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സാമ്പത്തിക തർക്കമാണ് ഇത്ര വലിയ ഒരു കേസിലേക്ക് അച്ഛനെയും അതുപോലെ സഹോദരി ഭർത്താവിനെയും കൊടുക്കാനുണ്ടായ കാരണം എന്ന് ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഉണ്ണിമായ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്.